നമുക്ക് നടിയെ ആക്രമിച്ച കേസിലേക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും പലതരത്തിലുള്ള കഥകൾ ഈ വിധിക്ക് ശേഷം മെനയുന്നുണ്ട് അല്ലേ, പരക്കുന്നുണ്ട്. ഇങ്ങനെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ ഇപ്പോൾ പ്രതി മാർട്ടിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തൃശൂർ സിറ്റി പോലീസാണ് കേസെടുത്തത്. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തൽ, സമൂഹ മാധ്യമങ്ങളുടെ അപകീർത്തിപ്പെടുത്തൽ എന്നിവയ്ക്കെതിരെയാണ് കേസ്. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും. നടരാജ, അതിജീവിത മുഖ്യമന്ത്രിക്ക് തന്നെ ഇങ്ങനെയൊരു വീഡിയോയെക്കുറിച്ച് പരാതി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് കേസെടുത്തിട്ടുള്ളത്. ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് മാർട്ടിനെതിരെ കേസ് ചുമത്തിയിട്ടുള്ളത്? അതിജീവിത മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞതിന് പിന്നാലെ തൃശൂർ റേഞ്ച് DIGക്കും പരാതി നൽകിയിരുന്നു. ഈ പരാതി കമ്മീഷണർക്ക് കഴിഞ്ഞ ദിവസം റേഞ്ച് DIG കൈമാറിയിരുന്നു. ഇത് പരിശോധിച്ച ശേഷമാണ് മാർട്ടിനെതിരെ കേസെടുത്തിട്ടുള്ളത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. കേസ് അന്വേഷണം ഊർജിതമായി തന്നെ സിറ്റി പോലീസ് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കമ്മീഷണർ ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 20 കൊല്ലത്തേക്ക് ജയിലിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളാണ് മാർട്ടിൻ. കേസിലെ 2ാം പ്രതിയായിരുന്നു മാർട്ടിൻ. വിയ്യൂർ ജയിലിലാണ് ഇപ്പോൾ മാർട്ടിൻ ഉള്ളത്. നേരത്തെ തയ്യാറാക്കിയ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം ഇയാൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചത്. ഇതിൽ വളരെ മോശമായ രീതിയിൽ അതിജീവിതയെ അപമാനിക്കും വിധം മാർട്ടിൻ സംസാരിക്കുന്നതും അതുപോലെ തന്നെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ തന്നെ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ വന്നിരുന്നു. തുടർന്നാണ് അതിജീവിത മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുകയും ഈ വിഷയത്തിൽ പരാതി അറിയിക്കുകയും ചെയ്തു. പിന്നീട് റേഞ്ച് DIGക്ക് പരാതി പോവുകയായിരുന്നു. എന്തായാലും പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥരായിരിക്കും ഇതിന്റെ തുടർ നടപടികൾ നിരീക്ഷിക്കുക. എന്തായാലും മറ്റു നടപടികളുമായി സിറ്റി പോലീസ് മുന്നോട്ട് പോവുകയാണ്. നിലവിൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനാവില്ലെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നുണ്ട്. ശരി, എന്തായാലും ആ വീഡിയോ വലിയ രീതിയിൽ സ്പ്രെഡ് ആയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ. അതിനെതിരെയാണ് എന്തായാലും നടപടി വരുന്നത്. എന്നാൽ ആ വീഡിയോ ഒക്കെ നീക്കം ചെയ്യപ്പെടുമായിരിക്കും അല്ലേ വരും മണിക്കൂറുകളിൽ.